നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് ആഘോഷം. സഭാ മേഖലാ അധ്യക്ഷന്മാർക്ക് വിരുന്നിലേക്ക് ക്ഷണം. കൃത്യമായി ശമ്പളം നൽകിയിട്ടില്ല, ആന്റണി രാജുവിന്റേത് രാഷ്ട്രീയ പ്രസംഗമെന്ന് തൊഴിലാളി യൂണിയനുകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷം നടക്കും. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് പ്രധാനമന്ത്രി വിരുന്നൊരുക്കുക. ക്രൈസ്തവ സഭാ മേഖലാ അധ്യക്ഷന്മാരെയും ക്രൈസ്തവ സഭ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭകളിലെ അധ്യക്ഷന്മാർ ചടങ്ങിന്റെ ഭാഗമാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ചർച്ച് സന്ദർശിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. KSRTCയിൽ ശമ്പളം കൊടുത്ത സംതൃപ്തിയിലാണ് പടിയിറക്കമെന്ന ആന്റണി രാജുവിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ. ആന്റണി രാജു കൃത്യമായി ശമ്പളം നൽകിയിട്ടില്ലെന്ന് TDF ആരോപിച്ചു. നവംബർ മാസത്തെ ശമ്പളമാണ് ഡിസംബർ 24-ന് നൽകിയത്. 1 മാസം കഴിഞ്ഞിട്ടാണ് ശമ്പളം നൽകിയത്. അതിലെന്തിനാണ് ഇത്ര ചാരിതാർത്ഥ്യമെന്ന് TDF ചോദിച്ചു. ഹൈക്കോടതി പറഞ്ഞിട്ടും മാനേജ്മെന്റിന് കൂസലില്ല. ശമ്പളം കൊടുക്കാതെ തൊഴിലാളികളെ ഇങ്ങനെ പീഡിപ്പിച്ച ഒരു സർക്കാരില്ല. KSRTCയുടെ വരവ് ചിലവ് കണക്ക് പ്രസിദ്ധീകരിക്കാൻ മന്ത്രി ധൈര്യം കാണിക്കണമെന്നും TDF പറഞ്ഞു. ഇനി കായിക വാർത്ത. മുംബൈ സിറ്റിയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്മസ് രാവുകൾക്ക് കൊഴുപ്പുകൂട്ടി. സ്വന്തം തട്ടകമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ദിമിത്രിയോസ് ഡയമാന്റിക്കോസ്, കോമൈ പെപ്ര എന്നിവരാണ് ഗോളടിച്ചത്. മുംബൈ സിറ്റിക്കെതിരെ 8 വർഷത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.